ജയിക്കോ? എന്താ ടീമിനെന്താ ഇതുവരെ പറ്റിയെന്താ? നിങ്ങളെ ആദ്യം കോച്ചിനെ പുറത്താക്കിയാൽ നന്നായി. അതാ നന്നായത്. മാനേജ്മെന്റിന്റെ പ്രശ്നമാണ്. മാനേജ്മെന്റ് എന്തൊക്കെയാ നിങ്ങളുടെ ഒരു പ്രശ്നം എന്തൊക്കെയാ തോന്നുന്നത് കണ്ടിട്ട്? നല്ല സൈനിങ്സ് ഇല്ല. പിന്നെ അത് എല്ലാ സീസണിലുള്ള പ്രശ്നമാണ്. നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നില്ല. ആപ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നതാണ് ടീമിന്റെ പ്രശ്നം. അത്രയേ ഉള്ളൂ. കഴിഞ്ഞ സീസണിൽ നല്ല കുറെ താരങ്ങൾ പോവുകയും ചെയ്തു. അതെ, അടുത്ത തവണയെങ്കിലും നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാം. എന്താ പ്രശ്നം? നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നുണ്ട് ഓരോ സീസണിലും സൈൻ ചെയ്യുന്നതിനനുസരിച്ച് ലേലത്തിന് അത് കളി കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ വിൽക്കണം അടുത്ത ഗ്രൗണ്ട്. ആ പോയ ടീമൊക്കെ കപ്പെടുത്തിട്ടുണ്ടാവും. നമ്മൾ ടീം മാത്രം കപ്പെടുത്തിട്ടില്ല. ഇത് നല്ല ടീമിനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞാൽ അപ്പൊ തന്നെ ലേലത്തിന് കൊടുക്കണം. നല്ല തുകക്ക് അവർ വിൽപ്പന നടത്തണം. അതുകൊണ്ടാണ് ടീം ബിൽഡപ്പ് വരാത്തത്. ഇനിയിപ്പം ഈ പറയുന്ന കുറെ മാറ്റങ്ങളൊക്കെ വന്നാൽ ഈ സീസണിൽ തിരിച്ചു വരാൻ പറ്റുമോ? തിരിച്ചു വരാൻ ഇനി ചാൻസ് കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് റിസ്ക് ആണ്. ഇനിയും 12 മത്സരങ്ങളുണ്ട്. കിട്ടും, തിരിച്ചു കിട്ടും. എന്താ അഭിപ്രായം? കേരളക്ക് ഇത്തവണ കളി കണ്ടിട്ട് എന്താ അഭിപ്രായം? നല്ല കളി. കഴിഞ്ഞ സീസണിന് അത്ര പോരാ. ഈ സീസണില് തികച്ചും വ്യത്യാസമായിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ അത്ര താരങ്ങളൊക്കെ തെരഞ്ഞെടുത്തൊക്കെ ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? താരങ്ങളുടെ കുഴപ്പം കോച്ച് പോരാ. കഴിഞ്ഞ സീസണിൽ അത്ര മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവാന് പറഞ്ഞു വിടാൻ ആകെ കഴിഞ്ഞ സീസണില് കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ഒക്കത്തിന് വിറ്റ് ഒഴിവാക്കി അതിനെ കോച്ചിന് ഒഴിവാക്കി. അതില് ടീം ആകെ പൊട്ടി. ഇനി പ്രതീക്ഷ കുറച്ചുള്ളൂ. ഇത്തവണ എന്തായാലും ജയിക്കും കേരള. എന്താ എല്ലാ കളിയും കാണാറുണ്ടോ? ആദ്യമായിട്ടാണ്. അത് ഇന്ന് കാണാൻ വരാൻ കാരണം ഒരു പ്രത്യേക എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിട്ട്. ടീം ആകെ കുറെ മത്സരങ്ങൾ തോറ്റിരിക്കുക. കോച്ചിനെ പറ്റിയില്ലേ? കോച്ചിനെ കുറച്ച് നില കൂടി നിർത്തണമായിരുന്നു. കീപ് ദ പ്രോസസ് എന്നായിരുന്നു എന്റെ ഒരു തോട്ടില്. അത് ചെയ്തില്ല. എങ്ങനെയാ എല്ലാ മത്സരം കാണാറുണ്ടോ? എല്ലാ മത്സരം കാണാറില്ല, ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ടീമിന്റെ ഒരു പ്രകടനത്തെ കുറിച്ച് എന്താ അഭിപ്രായം? എന്ന് പറയുമ്പോൾ ജയിക്കാൻ നമുക്കൊരു സന്തോഷം. പക്ഷെ ജയിക്കണില്ല. നല്ല കളി തന്നെ. ഡിഫൻസ് ഇത്തിരി മോശമാണ്. മിഡ് കുഴപ്പമില്ല. അറ്റാക്കിങ് അടിപൊളി. ഉഷാറായിട്ട് കളിക്കണ്ട എല്ലാവരും. അതാണ് അഭിപ്രായം. ഈ മാച്ച് ടീമിനെ കുറിച്ച് കുറെ കളി തോറ്റു. എന്താ ടീമിന് എന്താ പറ്റി? ഒന്നുമില്ല, തിരിച്ചു വരും. അത്രേ ഉള്ളു. തിരിച്ചു വരും. മഞ്ഞപ്പടയൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. അതായത് ഈ നല്ല താരങ്ങളെ കൊണ്ടുവന്നില്ല. നല്ല താരങ്ങളൊക്കെ മറ്റു ക്ലബിനെയൊക്കെ വിറ്റു. കോച്ച് കുഞ്ഞ് മാറാമോള് സീന സെറ്റായിരിക്കും. കളി കാണാവുന്നുണ്ട്. കേരളം ജയിച്ചിരിക്കും. 3 ഗോളിന് ജയിച്ചിരിക്കും. 3 ഗോളിന്. ഇതുവരെയുള്ള കളികളിലൊക്കെ എന്താ പറ്റി? തോൽവി. കേരളം തോൽവി. എന്തുകൊണ്ട് തോറ്റു? അത് നമുക്ക് എങ്ങനെ പറയാം? ഫുട്ബോളല്ലേ, തോൽവി ഉണ്ടാവില്ലേ? സാധാരണമാണ് അല്ലെ? വേറെ ടീമിലൊന്നും പ്രശ്നങ്ങളൊന്നും. ടീമിന് പ്രശ്നമൊന്നുമില്ല. കോച്ച് അടിപൊളി കോച്ച് തന്നെയായിരുന്നു. നോഹ ഒരു ഗോൾ 3-1 ഇന്ന്. നമ്മൾ ഇന്ന് എന്തായാലും ജയിച്ചിട്ടേ പോളൂ. തിരിച്ചു വരവാന്ന് ഹോം ഗ്രൗണ്ടിൽ തിരിച്ചു വരവാന്ന്. ഇതിപ്പോ ഈ തവണത്തെ മത്സരം ജയിക്കുമെന്ന് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകനാണ്. കാണാറില്ലേ? കുറെ കളിയൊക്കെ തോറ്റു. ഇപ്പൊ കോച്ചിനെ മാറ്റി. എന്താ ടീമിന് എന്താ പറ്റി? മാനേജ്മെന്റ് പോരാ, മാറ്റണം. എന്തൊക്കെയാ പ്രശ്നങ്ങൾ ടീമിന്റെ? എനിക്കറിയില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. 3-0. 3-1 കേരളക്ക് 1, മറ്റേ ടീമിന്റെ 2. 3 മുഹമ്മദ് അൻസിരി 1. കേരളക്ക് 1. എന്തായാലും ആരാധകർ ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ്. ഇത്തരത്തിൽ വിട്ടുനിൽക്കുന്ന നിരവധി ആരാധകരുമുണ്ട്. എല്ലാ മത്സരങ്ങളും കൃത്യമായി വന്ന് കാണുന്ന ആരാധകർ തന്നെ ഈ മാനേജ്മെന്റിനുള്ള പ്രതിഷേധം കാരണം ഇത്തരത്തിൽ വരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രതിഷേധം കാരണം എന്തായാലും ആരാധകർ ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെയാണ് നേരിടുന്നത്. കൊച്ചി സ്റ്റേഡിയത്തിന് മുമ്പിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.